ഇത് വാസ്തവമാണ്. കാടില്, പ്രത്യേകിച്ച് കാട്ടിനുള്ളിൽ ആനകൾക്ക് ഒരു സാമൂഹ്യ നീതിയുണ്ട്. നേരത്തെ മിസ്റ്റർ വർഗീസ് പറഞ്ഞിട്ടുണ്ട്, വാസ്തവമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാമൂഹിക നീതി ആനകൾക്ക് ഉണ്ടാവുന്നില്ല. ഒറ്റയ്ക്ക് തെറ്റയ്ക്ക് ജീവിക്കുന്നതായിട്ടുള്ള പോറ്റുന്ന ആനകളുടെ കഥകൾ ഉണ്ടാവുന്നില്ല എന്നൊരു അവസ്ഥയാണ്. ആ കാരണം വെച്ച് നോക്കുകയാണെങ്കിൽ ആനകൾ മനുഷ്യരെ വിശ്വാസമില്ലാത്ത നിലയിൽ പെരുമാറുക സാധാരണ. മുഖ്യമായിട്ടുള്ള ചില കാരണങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന്, ആനകളെല്ലാം വളരെ വ്യത്യസ്ത സ്വഭാവക്കാരാണ്, മനുഷ്യരെ പോലെ തന്നെ. ചിലപ്പോൾ ഈ ഉത്സവകാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ വേറെ ഉത്സവങ്ങളൊക്കെ സാധാരണ ഇപ്പോൾ ഒരു നിബന്ധനയുണ്ട്, ആനകൾക്ക് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന്. ആ നിബന്ധനയ്ക്ക് വേണ്ടി പോലീസുകാർ സാധാരണ വരും, അല്ലെങ്കിൽ പോലീസുകാരുടെ ഉത്സവ കമ്മിറ്റിക്കാരെ സമീപിക്കുകയും ഒരു ഡോക്ടറുടെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, ആനയ്ക്ക് നീരില്ല, ആന ഓടില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോലീസുകാർ ചോദിക്കാറുണ്ട്, ആന ഓടില്ലെന്നോ ആന മനുഷ്യനെ കുത്തി കൊല്ലില്ലെന്നോ എന്നൊന്നും പറയാൻ പറ്റുമോ? ഒരു മനുഷ്യനെ പറ്റിയൊന്നും പറയാൻ പറ്റും. നിങ്ങൾ പോലീസുകാർ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ തസ്കരനല്ല, കള്ളനല്ല, കലാക്രമിയല്ല, കൊലയാളിയല്ല എന്ന് പറയാനുള്ളതായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടോ? അതുപോലെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെയൊന്നും സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത സ്വഭാവം, ആ വ്യത്യസ്ത സ്വഭാവത്തിനനുസരിച്ചിട്ട് ആനയെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുക. വന്യജീവിയെ ആന നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ മനസ്സിലാക്കണം. ആന എന്തുകൊണ്ടാണ് നാം പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നത്? അതിനേൽപ്പിക്കുന്നതായിട്ടുള്ള വേദന കൊണ്ട്, ചെറുകോൽ കൊണ്ടോ, അല്ലെങ്കിൽ ചോട്ടിയിട്ട് പഠിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ വല്ലുകൊണ്ട് ഇടിക്കുന്നത് കൊണ്ടോ എന്നുള്ള വേദനയും ഭയം കൊണ്ടാണ് ആന പാപ്പാനെയും മറ്റുള്ളവരെയും അനുസരിക്കുന്നത്. അത് കൂടുതൽ അനുസരിക്കുന്നത് പാപ്പാനെയാണ്. ചില സന്ദർഭങ്ങളിൽ പാപ്പാൻ അടുത്ത് പോയി കഴിഞ്ഞാൽ ആന ചുരുണ്ടു കൊടുക്കുന്നതിന് കാണാം, പേടികൊണ്ട്. ആ ചെങ്ങനയിൽ നിൽക്കുമ്പോഴായിരിക്കും. ചെങ്ങനയില്ലാതെ ബന്ധോസില്ലാണ്ട് ഒരു ആന നിൽക്കുകയാണെങ്കിൽ ഏത് പാപ്പാനെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 90% ആനകൾ അനുസരിക്കില്ല എന്നൊരു പ്രശ്നമാണ്. ബന്ധോസില്ലാതെ ആനകളെ കൊണ്ടുവരുമ്പോൾ ആനകൾക്ക് അനുസരിക്കുന്നൊരു വിമുഖതയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബീഹാറിൽ മറ്റും കൊണ്ടുവന്നിരിക്കുന്ന ആയിട്ടുള്ള ആനകൾ ബന്ധോസ് എങ്ങനെയില്ലെങ്കിൽ ആന അനുസരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആനകളെ ബന്ധോസ് ചെയ്യുമ്പോൾ നടക്കും അതുപോലെ തന്നെ അമർത്തിലും ചെങ്ങലയിട്ട് കെട്ടുന്നത്. നടക്കി ചെങ്ങല കെട്ടാത്ത ആനകളെ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആനക്കാരൻ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആന ഓടി. സാധാരണ കാണുന്ന സ്ഥിതി ചിഹ്നമാണ്. 24 മണിക്കൂറുണ്ടായിരുന്ന പാപ്പാനെയാണ് പിറ്റേ ദിവസം നോക്കിയില്ലാന്ന് കാണുമ്പോൾ ആനക്കാരൻ ഓടിക്കുന്നത്. അത് ആനയുടെ സ്വഭാവമാണ്. അതിന് മുഴുവൻ നമുക്ക് ആനയെ പറ്റി കുറ്റങ്ങളുടെ കാര്യത്തില്ല. നമ്മൾ മനസ്സിലാക്കി ചെയ്യാവുന്നതാണ്. ബന്ധുവസിക്കുകയാണെങ്കിൽ ശരിക്കും ബന്ധുവസം ആന നടത്തിക്കൊണ്ടു പോകുകയാണെങ്കിൽ വീഴ്ചകൾ ഇടുന്നത് അമർത്തും. അതുപോലെ തന്നെ ഒരു ഭാഗം മെയിന് ചുറ്റുമായിട്ട് വരുന്നു. എന്നാൽ ആന ഓടുകയാണെങ്കിൽ ആനയുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ബ്രേക്കാണ് അവസരം വീഴ്ചകൾ ആന. അവിടെ നിന്ന് ഈ ആനവിജ്ഞാന കേന്ദ്രത്തിൽ ഒരു പഠനങ്ങളുണ്ടാവും. ഡോക്ടർ പ്രഭാകരനെയാണ് ആന ഓടിക്കുന്നത്. മെയ്ച്ചെങ്ങന എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ആ ചെങ്ങല വട്ടം കൂടിയിട്ടിരിക്കുകയാണ്. കാലായിട്ട് യാതൊരു ബന്ധമില്ല. സുഖമായിട്ട് ആനയ്ക്ക് ഓടാൻ പറ്റും. അന്ന് ആന ശരിക്കും മെയ്ച്ചെങ്ങലിട്ടിരുന്നെങ്കിൽ ഡോക്ടർ പ്രഭാകരൻ ആ അപകടം സംഭവിക്കുമായിരുന്നില്ല. ഇപ്പൊ മെയ്ച്ചെങ്ങല ബന്ധവസ് നടക്കുന്ന സമയത്ത് തന്നെ മെയ്ച്ചെങ്കിൽ ബന്ധവസ് വളരെ വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതൊക്കെ ഇപ്പോഴത്തെ പാപ്പാന്മാരൊക്കെ പറഞ്ഞാൽ കൊളാനക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഉടമസ്ഥന്മാരോ അല്ലെ ആനപ്രേമികളോ നോക്കി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ബന്ധവസ് ഇല്ലാണ്ട് ഒരു ആനയും കൊണ്ട് നടക്കാൻ പാടില്ല. പിന്നെ ആനയ്ക്ക് നീര് വരിക. നീര് വരുന്ന ആന ഓടും. അതിന് നമ്മൾ ആനയെ പറ്റുന്ന കാര്യമില്ല. ശാരീരികമായിട്ടുള്ള പ്രക്രിയയാണ് ആനയ്ക്കുള്ള മതം. അത് വരുന്നതിൻ്റെ കാരണം അതിൻ്റെ പുരുഷ ഹോർമോണിൻ്റെ തോത് അളവ് വളരെ
പരീക്ഷണ നിലയിൽ ഈ മുയലിനെ ഇതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ കുത്തിവെച്ച് നോക്കിയപ്പോൾ വളരെ പാവത്തന്മാരായിട്ടുള്ള മുയല് അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുകയുണ്ടായി എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ കാരണം ഈ പുരുഷ ഹോർമോണാണ്. ആനയ്ക്ക് ഉന്മാദമുണ്ടാക്കുന്ന മതമുണ്ടാക്കുന്നതെല്ലാം പുരുഷ ഹോർമോണാണ്, ടെസ്റ്റോസ്റ്ററോൺ. അത് ആന കിട്ടുന്നുള്ള കാര്യങ്ങളോ ആ ചില കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ അവിടെയാണെങ്കിലും മഞ്ഞുകാലത്ത് അപൂർവമായിട്ട് വേനൽക്കാലത്ത് ഒരു വർഷക്കാലത്ത് ആനയ്ക്ക് മതമുണ്ടാകുന്നു ഈ പുരുഷ ഹോർമോണിന്റെ തോത് കൂടുന്നതാണ്. തുടക്കം മുതൽ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ തോത് കൂടി വരുന്നതാണ്, രക്തത്തിൽ കൂടി വരുന്നതാണ്. ഒരളവോളം അത്രതരം കൂടിയ പുരുഷ ഹോർമോണിനെ നിർവീര്യമാക്കുന്നതിന് ചില ഔഷധങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. നീരൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടോ അല്ലെങ്കിൽ പിന്നെ അത് കൂടുതൽ 2 മാസത്തിൽ കൂടുതൽ ആനയ്ക്ക് നീരൊഴിക്കുന്നത് എപ്പോഴും അപകടമാണ്. 3 മാസം കൂടുതൽ ആന കിട്ടുന്നത് അപകടമാണ്. ആനയ്ക്ക് കൂടുതൽ വിഷമമുണ്ടാക്കിയത് നിർജ്ജലീകരണം ഉണ്ടാകുന്ന ആന മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത്തരം സംഭവങ്ങളിൽ ആ നീരിൻ്റെ ശക്തി കുറയ്ക്കുന്നതിന് നിർവീര്യമാക്കുന്നതിനുള്ള ചില ഔഷധങ്ങളുണ്ട്. അത് നൽകി കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാവുന്ന കാര്യം. പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള നമ്മുടെ നായകളെ പോലെ അല്ലെങ്കിൽ ഉറയെടുക്കുന്നത് പോലെ കാസ്ട്രേറ്റ് ചെയ്ത് കൂടെ എടുക്കുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്. കാസ്ട്രേറ്റ് ചെയ്താൽ കൂടി തന്നെ ഈ ആരുടെ നീരിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഓപ്പറേഷൻ ആയ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പ്രശ്നങ്ങൾ വയറിനകത്താണ്. ഒരു മേജർ ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ നമുക്ക് ചെയ്യാം, അതിനെ വായിക്കുകയും ചെയ്യാം. പക്ഷേ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമുള്ളതായിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, അതിന് ശേഷമുള്ളതായിട്ടുള്ള കെയർ ശുശ്രൂഷ ആനയ്ക്ക് നമുക്ക് വരുത്താൻ സാധ്യമല്ല. വളരെ പ്രയാസമാണ്. കാരണങ്ങളാണ് ചെയ്യാറ്. അപ്പോൾ ഈ നീരിൽ കിട്ടുന്ന സമയത്ത് നീരുള്ള സമയത്ത് ആന ഓടിക്കുന്നു, ആന മാത്രം കൊണ്ടുവന്നിട്ട് കാര്യത്തില്ല. പ്രകൃതി നൽകിയതാണ്. ഒരു കഥ തന്നെയുണ്ട്. ബ്രഹ്മാവ് പറയുന്നത് ബ്രഹ്മാവാണെന്ന ആനയ്ക്ക് നീര് ഉണ്ടാക്കിയത്. ദേവാസുരന്മാരുടെ യുദ്ധത്തിൽ ആനകളൊക്കെ തോറ്റിട്ട് ഓടിയ സമയത്ത് ബ്രഹ്മാവ് ആനയ്ക്ക് അനുഗ്രഹം കൊടുത്തതാണ്, നിനക്ക് നീരുണ്ടാവട്ടെ. അങ്ങനെ ആനയ്ക്ക് നീരുണ്ടാവുകയും ദേവാസുരന്മാരുടെ ആനകൾ ദേവന്മാർ ജനിച്ചു എന്നാണ് സാധാരണ പറയുന്നത്. ഒരു കാരണമാണ് കുറ്റം പറയാൻ. പക്ഷെ കുറ്റം പറയുന്നത് അതിനെ പരിപാലിക്കുന്നതായിട്ടുള്ള അപ്പാന്മാർ, അതിനെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ഉടമസ്ഥന്മാരാണ് ശ്രദ്ധിക്കുന്നത്. ഒരു ആനയുടെ ലക്ഷണം തന്നെ നീരിൻ്റെ ലക്ഷണം മാത്രം ആനയ്ക്ക് മനസ്സിലാവുന്നതാണ്. ആപ്പാൻ മനസ്സിലാവും, ഉടമസ്ഥ മനസ്സിലാവുന്നില്ല. ഭാഗികമായ ചില ലക്ഷണങ്ങൾ ആനകൾ പ്രവർത്തിക്കാറുണ്ട്. 95% ആനകളും ഭാഗികമായ ലക്ഷണങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. അല്ലേ? കണപ്പാടിൻ്റെ വീക്കം, കണപന്തൽ, കണവാർത്ത, അതുപോലെ കന്നത്തിന് കുറച്ച് വെറുതെ ചെയ്യാം, കന്നത്തിൻ്റെ അവിടെ കുടിപ്പുണ്ടാവുക, നനവുണ്ടാവുക, പാപ്പാമാർ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്നതിൻ്റെ വിമുഖത. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ആന നീര് വരാൻ പോവുകയാണ്, മതത്തിന് വിധേയമായി തീരാൻ പോവുകയാണ് എന്ന് സകലവർക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാതെ കൂടുതൽ എഴുതിവെപ്പ് ലഭിക്കും, കിട്ടട്ടെ, അല്ലെങ്കിൽ കൂടുതൽ പണി ചെയ്യട്ടെ എന്ന് കരുതി ആനയെ കെട്ടാതെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള അവസരങ്ങളിലാണ് ഇത്തരത്തിൽ ആനകൾ ഓടിപ്പുറമുണ്ടാകുന്നത്. ആന ശരിക്കും കെട്ടിയിരുന്നെങ്കിൽ ബന്ധുവശം കെട്ടിയിരുന്നെങ്കിൽ ശരിയായ വിധത്തിലുള്ള തീറ്റയും വെള്ളം കൊടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലാണ് സംഭവിക്കുന്നത്. ജീവഹാനി ഉണ്ടാകുന്നില്ല, പരാക്രമമാകുന്നില്ല, നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നീര് കിട്ടിയ ശേഷം ആ നീര് ഒലിച്ചു പോകുന്നതിന് മുമ്പ് 2 മാസം കഴിഞ്ഞാൽ ആനയെ കൈകാര്യം ചെയ്ത് പിടിച്ച് കുത്തി ആനയെ അഴിക്കുന്നതായിട്ടുള്ള പ്രവണത നമ്മുടെ നാട്ടിൽ പലതരം കാണിക്കുന്നത്. അത്തരത്തിൽ ആനകളും സാധാരണ 30% ആനകളും ഇങ്ങനെ ഇത്തരത്തിൽ ഓടി പുറമോട്ടാക്കാനാണ് നീരിൻ്റെ അവസാനം. നീര് കഴിയാതെ ആനയെ അഴിച്ചു കൊണ്ടുവന്നിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ. ഇപ്പൊ മിക്ക അമ്പലങ്ങളിലും മുസ്ലിംകാലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നീര് ഒഴിക്കുന്ന ആന കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല, നീര് ഒഴിച്ച് കറ കോരി തന്നെ കഴുകിക്കളയാനായിട്ടുള്ള ആനകളെ അവിടെ കൊണ്ടുവരിക. ഒരു പ്രതികാര വാഞ്ച ആനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. സർപ്പങ്ങൾക്കും മറ്റും പ്രതികാര